നമസ്കാരം. ഡേ 23 ബിഗ് ബോസ് സീസൺ 7 മലയാളം. ആ നല്ല കിടിലം ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നേരെ ഫോക്കസ് ഇപ്പൊ കുറച്ചായിട്ട് ഫോക്കസ് മൊത്തം കിച്ചണില. സോ കിച്ചണിൽ ഇന്നലത്തെ അതേ പ്രോബ്ലം തന്നെ ഇന്നും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അനുമോൾ വേഴ്സസ് അപ്പാനി ശരത്. അനുമോൾ എന്നിട്ട് കിച്ചൺ ജോലിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. വെസലിലാണ് ഇപ്പോൾ വർക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. അനു ഭയങ്കര സ്ട്രൈക്കിലാണ്. ആദ്യം തന്നെ അനുവും ബിന്നുമായിട്ട് ഒരു കോൺവെർസേഷൻ പറയുന്നുണ്ട്, ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇന്നലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും. രാവിലെ മുതൽ അനു ബിഗ് സ്ട്രൈക്കിലാണ്, ഒരു പണിയെടുക്കുന്നില്ല. വെസലിലായി കഴിഞ്ഞാലും ഒരു പാത്രം കഴുകാണ്ട് ഫുൾ ലൈക്ക് ഫുഡും കഴിക്കുന്നില്ല, ലൈക്ക് ഫാസ്റ്റിംഗ് ആണ്. അതേപോലെ തന്നെ ഒരു ജോലി എടുക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാമറ ചെറുതായിട്ട് ഫോക്കസ് പോയപ്പം അനി കട്ട് എടുത്ത് ഒരു ആപ്പിൾ കഴിക്കുന്നുണ്ട്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നെവിനൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പട്ടി കുറച്ച് സ്വച്ഛാധിപതികൾ ഉറങ്ങുന്നത് എനിക്ക് അത് കാരണം ഇനിയിപ്പോൾ അവരെ ലക്ഷറി പോയിന്റ്സിന് എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് കുറയും. കുറച്ചുകൂടിയും സ്വച്ഛാധിപതികൾ കുറച്ചുകൂടി സീരിയസ് ആവണം. ലൈക്ക് ജിസേലൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് നെവിൻ കുറച്ചുകൂടി സീരിയസ് ആവണം എനിക്ക് തോന്നി. കിച്ചണിലത്തെ ഒരു അനു കോൺവെർസേഷൻ ഒരുപാട് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. ഇന്ന് ലൈവിലായി കഴിഞ്ഞാലും എപ്പിസോഡിലായി കഴിഞ്ഞാലും അപ്പാനി ശരത്തും പിന്നെ എന്താണ് അനുമോളും തമ്മിലൊരു വലിയ ഹീറ്റഡ് കോൺവെർസേഷൻ തന്നെ ഉണ്ടായി. പോടാ പോടി പോടി പോടാ, ലൈക്ക് പോടി എന്നിട്ട് ഓളെ ഭാര്യനെ പോയി വിളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് കോൺവെർസേഷൻസും കാര്യങ്ങളും. അപ്പാനി ശരത്തും അനുമോളും തമ്മിൽ ഹീറ്റഡ് കോൺവെർസേഷൻ ആൻഡ് ഹാപ്പി എൻഡിങ്. എപ്പോൾ അവർ അടി ഉണ്ടാക്കി കഴിഞ്ഞാലും ടുവേർഡ്സ് ദ എൻഡ് അവരത് എങ്ങനെയും സോൾവ് ചെയ്ത് അത് ഹാപ്പി ആക്കും. സംടൈംസ് എനിക്ക് തോന്നാറുണ്ട് അപ്പാനി ശരത്തും അനുമോളും അറിഞ്ഞുകൊണ്ട് ഒരു ഹീറ്റഡ് കോൺവെർസേഷൻ മേക്ക് ചെയ്യണമെന്ന്. കാരണം ഡെയിലി കാണുന്നുണ്ട്, എന്നിട്ട് ടുവേർഡ്സ് എൻഡ് ഓഫ് ദി എപ്പിസോഡിൽ അവരത് സോൾവ് ചെയ്യുകയും ചെയ്യും. ഇന്ന് സോൾവ് ചെയ്തിട്ടില്ല. ബട്ട് ഒരു ഡ്രാമ പോലെ തോന്നുന്നു അനുമോൾ ആൻഡ് അപ്പാനി ശരത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൂട്ടമായിട്ട്, അതായത് അനുമോളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഒനിയൽ, അഭിലാഷ്, ഷാനവാസ് ഉണ്ട്. അപ്പോൾ അനുമോളെ കുറേയൊക്കെ ബാക്കിൽ നടന്ന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തത് റെന ഫാത്തിമ, അക്ബർ ഖാൻ, അപ്പാനി ശരത്ത്. റെന ഫാത്തിമ ചുമ്മാ എല്ലാത്തിലും പോയി കൈയിട്ട് വാരാണ്. ലൈക്ക് വെരി ഇറിറ്റേറ്റിംഗ് ആണ് ചില സമയം കാണുമ്പോൾ. ചില സമയം മൂപ്പറുള്ള ഗെയിമായി തോന്നും, ബട്ട് ഓവറായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയി തോന്നും. അങ്ങനെയാണ് എനിക്ക് റെന ഫാത്തിമ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നത്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോയിട്ട് യെസ് ഷീ ഹാസ് എ റൈറ്റ് ടു സേ, അതായത് അനുമോളോട് പറയാം ഈ പണി ചെയ്യൂ. കാരണം അനുമോളെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ആ പണി ചെയ്യാറുള്ളത്. ബട്ട് സംടൈംസ് മൂപ്പറാളുടെ ഒരു കോണ്ടന്റ്, അതല്ലെങ്കിൽ മൂപ്പറാൾക്ക് സ്ക്രീൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് റെന ഫാത്തിമ ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ട് തോന്നി ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക്. അനുമോളും പിന്നെ പണിയെടുക്കാണ്ട് ടുവേർഡ്സ് എൻഡ് പാത്രമൊക്കെ വന്ന് കഴുകുന്നുണ്ട്, ബട്ട് ടൈംലി അല്ല. അനുമോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് അനുമോളെ വീടല്ല, ഇതൊരു ബിഗ് ബോസ് ഹൗസ് ആണ്. അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോകണം. സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് അതർ കോണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ. സോ പാത്രം കഴുകേണ്ട ടൈമിൽ കഴുകണം, അല്ലാണ്ട് അത് കഴിഞ്ഞ് കഴുകാൻ പറ്റില്ല. എല്ലാത്തിനും ബി റെസ്പോൺസിബിൾ. അതാണ് അനുമോളോട് പറയാനുള്ളത്. ഡെയിലി കരച്ചിലാണ്. കരച്ചിൽ എന്നുള്ളൊരു അവാർഡ് ഉണ്ടെങ്കിൽ അത് അനുമോള് കൊണ്ടുപോകും. ഡെയിലി അനുമോള് കരയാത്തൊരു എപ്പിസോഡ് കാണിച്ചു തന്ന ലൈഫ് ടൈം സെറ്റിൽമെന്റ്. അമ്മാതിരി സംഭവം. ഡെയിലി കരച്ചിലാണ് അനുമോള്. ഇത്രക്കും കരച്ചിൽ സംടൈംസ് എനിക്ക് തന്നെ തോന്നാറുണ്ട്, ഇത് ശരിക്കും ഒറിജിനൽ കരച്ചിലാണോ അതോ മൂപ്പരാള് സീരിയൽ ആക്ട്രസ് ഒക്കെ ആണല്ലോ. സോ ദേ ക്യാൻ ക്രിയേറ്റ് ഇമോഷൻസ്, അതായത് ഫേക്ക് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണോ എന്ന് പോലെ എനിക്ക് ഇടയ്ക്ക് ചിന്ത വരാറുണ്ട്. ഐ ഡോണ്ട് നോ. ചില സമയം പീപ്പിൾ ഗീവ് ടു മച്ച് സ്ട്രെസ്, ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ കരയാം, ദാറ്റ് ഈസ് ഫൈൻ. ബട്ട് ഡെയിലി ചില സമയം ആവശ്യമില്ലാണ്ടൊക്കെ കരയുന്ന കാണാം. ഐ ഡോണ്ട് നോ വൈ. കരച്ചിലിന് ഏറ്റവും കൂടുതൽ കരയുന്ന ഒരു അവാർഡ് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഗീവ് ദാറ്റ് ടു അനുമോൾ ഡയറക്ട്ലി. പിന്നെ പണിപ്പുര ടൈമായി. ഇത്തവണ സ്വച്ഛാധിപതികൾ രണ്ടുപേരും പോവും. 3 റൗണ്ടാന്ന് തോന്നുന്നു. 3 റൗണ്ട് നെവിനും ജിസേലും മാക്സിമം ഒരുപാട് സാധനങ്ങൾ എടുത്ത്
3 റൗണ്ടിൽ 20 സെക്കൻഡിൽ അവർ ഒരുപാട് സാധനങ്ങൾ അവരെ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാം, പിന്നെ ഫുഡും കാര്യങ്ങളും എടുക്കാം. എന്നിട്ട് ഫുഡ് വേണമെങ്കിൽ അവർക്ക് സ്വന്തമായി കഴിക്കാം, അല്ലെങ്കിൽ വിത്ത് ദ പെർമിഷൻ ദേ ക്യാൻ ഗീവ് ടു അതർ ഹൗസ് മേറ്റ്സ് ആസ് വെൽ. ബട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവരുടെ സ്വന്തം പേഴ്സണൽ സാധനങ്ങൾ മാത്രം എടുക്കാറുള്ളൂ. അപ്പോൾ ടുവേഴ്സ് ദ ഗെയിമിന്റെ ഫസ്റ്റ് ബിഗിനിലെ ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഓൺലി അവർ എടുക്കാൻ പറ്റുന്നത് അവരെ സ്വന്തം ഡ്രസ്സ് മാത്രമാണ്, ബാക്കിയുള്ളവരുടെ ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ജിസേല് അനുമോൾ ഒരു സാധനം ഉണ്ടായിരുന്നു, ബട്ട് അത് ജിസേൽ അത് പണിപ്പുറയിലോട്ട് തന്നെ തിരിച്ചു വെച്ചു. കാരണം ജിസേൽ അത് വെക്കാനുള്ള റീസൺ എനിക്കറിയില്ല, ബിക്കോസ് ഓഫ് ഹർ ഈഗോ ആവും. ബട്ട് അത് എടുത്താലും അനുമോൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, പേഴ്സണൽ തിങ്സ് ക്യാൻ, അവരുടെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത് വെറും നെവിനും ജിസേലിനും മാത്രമാണ്. സോ അനുമോളെ പേഴ്സണൽ തിങ്സ് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. സോ ഈഗോ കാരണം അവള് ആ സാധനം ഉള്ളിലോട്ട് തന്നെ വെച്ചിട്ടുണ്ടാവും. ബട്ട് അത് അവിടെ ഉണ്ടെങ്കിലും ആ സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ബിഗ് ബോസിന്റെ ഗെയിമിലത്തെ ഒരു റൂളാണ് അത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് 20,000 പോയിന്റ്സിന്റെ അകത്തുള്ള എന്താണ് ഫുഡും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ജിസേലും എന്താണ് നെവിനും കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസിന്റെ ഒരു വലിയൊരു ഏരിയന്റെ പണി തന്നു. അതായത് ഈ ഇങ്ങനെ സാധനങ്ങൾ ആ ഒരു 20,000 പോയിന്റ്സിന്റെ ഒരു ലിസ്റ്റ്, അതായത് റെസിപ്റ്റ് കൊടുത്തു. ഇനി അതിന് വേണ്ടിയിട്ടുള്ള പണി ചെയ്യേണ്ടി വരും. സോ ആ പണി ചെയ്യാൻ പോകുന്നത് 7 സ്ലേവ്സ് ആണ്. അതായത് അവർ ആദ്യം സെലക്ട് ചെയ്ത 7 സ്ലേവ്സ് അനീഷ്, അക്ബർ, ഷാനവാസ്, ബിന്നി, ആര്യൻ, റെന, ഒനിയൽ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുവേഴ്സ് എൻഡ് ഓഫ് ദ ഡേയില് അവർക്ക് 4 റൗണ്ട് ഉണ്ട്. അത് 4 ടാസ്ക് 4 റൗണ്ട് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. ടുവേഴ്സ് എൻഡ് ഓഫ് ദ ഡേ അത് കംപ്ലീറ്റ് ചെയ്യണം, എന്നാലാണ് 20,000 പോയിന്റ്സ് തികക്കുള്ളൂ. സോ അവർക്ക് 4 ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒരു ബൗൾ ഉണ്ടാവും, അതിൽ തീപ്പെട്ടി ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് അതിലോട്ട് ഇടണം. ടാസ്ക് 2 എന്ന് പറഞ്ഞാൽ നെറ്റ് ഉണ്ട്, അതും ഇങ്ങനെ മേലോട്ട് വെച്ച് തീർക്കണം. പിന്നെ ഗെയിം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്സുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, പിരമിഡ് ഷേപ്പിൽ അത് ക്രിയേറ്റ് ചെയ്യണം. ഗെയിം 4 ഈസ് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യണം. അത് 5-6 ബോട്ടിലുകളുണ്ട്. അത് ചെയ്യുമ്പോൾ അത് 4 ഗെയിം 4 റൗണ്ടുകൾ, എന്നാലാണ് 20,000 പോയിന്റ് കിട്ടുള്ളൂ. സോ ഓരോ റൗണ്ടും കഴിയും തോറും ഓരോ ഫുഡ് അൺലോക്ക് ആയി വരുന്നുണ്ടാവും, ലൈക്ക് മന്തി. ഇത് അതിൻ്റെ ഇടയ്ക്ക് നെവിൻ്റെ ഓരോ നെവിൻ ഇസ് സോ എന്റർടൈനിങ് ആക്ച്വലി ഇൻ ദിസ് ബിഗ് ബോസ് സീസൺ 7. നല്ല നൈസാണ്, വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു കോണ്ടസ്റ്റന്റ് ആണ് നെവിൻ. സാധനങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് തിന്നുന്നുണ്ട്. അനുമോളൊക്കെ ഇതുവരെ കട്ട കലിപ്പിലാണ്. ബട്ട് ഐസ്ക്രീം തിന്നാനും ജ്യൂസ് കുടിക്കാനും കാജോ കത്തിലി കഴിക്കാനൊന്നും ഒരു പ്രശ്നമല്ല, ഒക്കെ തിന്നുന്നുണ്ട് നെവീനെ കൂട്ടുപിടിച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ടുവേർഡ്സ് എൻ്റെ ജിസേൽ വാസ് ഷൗട്ടിങ് അറ്റ് നെവീൻ സെയിങ് ദാറ്റ് വാസ് നോട്ട് ഫെയർ ടു ഗീവ് അനുമോൾ ആൻഡ് അതർ പീപ്പിൾ എവറിത്തിങ്. അതായത് 7 ആൾക്കാർ അവിടെ ഓൾറെഡി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ഡിഡ് കംപ്ലീറ്റ് ദെയർ ടാസ്ക്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അത് ആക്ടിവിറ്റി റൂമിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടുന്ന് പുറത്ത് വരാൻ പറ്റുള്ളൂ. സോ അവർ കഴിഞ്ഞ് വരുമ്പോൾ അവർക്കും കൂടി കൊടുക്കാനുള്ള ഒരു ഫുഡ് കൊടുക്കണം എന്നാണ് ജിസേല് പറഞ്ഞിരുന്നത്. സോ അത് കുറവൊക്കെ കഴിച്ചു തീർത്തു. അതായത് ശൈത്യ, ആദില, നൂറ, അനുമോൾ, നെവിൻ കൂടിയിട്ട്. ഫുഡിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ നെവിനൊന്നും പ്രശ്നമല്ല, എല്ലാ പ്രശ്നവും സോൾവ് ആയി ഫുഡ് അടിച്ചുകൊണ്ടിരിക്കും. അതാണ് നെവിൻ. സോ ജിസേൽ ആ ഒരു സംഭവം ജിസേലിന് ഇഷ്ടമായിട്ടില്ല. ജിസേൽ വാസ് ഷൗട്ടിങ് അറ്റ് നെവിൻ്റെ കൂടെ. സോ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ മെയിൻ ഫോക്കസ് ഉണ്ടായിരുന്നത് ഡേ 23-ൽ. അനുമോള സ്ട്രാറ്റജി കരച്ചിലിൽ തന്നെയാണ്, ഒറ്റപ്പെടൽ ആൻഡ് കരച്ചിലാണ് സ്ട്രാറ്റജി. ബട്ട് ഒരു നല്ലൊരു ഡീസെന്റ് ഗെയിമറാണ് അനുമോൾ. ബട്ട് ആ കരച്ചിൽ എന്നൊരു പാർട്ട് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അനുമോൾ വിൽ കം ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് സീസൺ. ബട്ട് വി നെവർ നോ. കുറച്ചുകൂടി സ്ട്രോങ് ആൻഡ് ബോൾഡായി കളിക്കണം. ഡെയിലി കരയാൻ ബിഗ് ബോസ് ഒരു മലയാളം സീരിയൽ അല്ല എന്ന് ആരെങ്കിലും ഒന്ന് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം, എസ്പെഷ്യലി ബിഗ് ബോസ്. ആര്യന്റെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഇന്നും ഉണ്ടായിരുന്നു. ഞാൻ ഇത് പറയുന്നില്ല, നിങ്ങൾ ഓഡിയൻസ് തീരുമാനിക്കുക അവനക്ക് വോട്ട് ചെയ്യണോ. ഒരുപാട് PR ആര്യനുണ്ട്. സോ എനിക്ക് തോന്നുന്നില്ല ഈ കമ്മിങ് വീക്ക് ഈസ് ഗോയിങ് ടു ഗെറ്റ് എവിക്റ്റഡ് ഈവൻ ആഫ്റ്റർ മേക്കിംഗ് ഫൺ ഓഫ് ലാലേട്ടൻ. പിന്നെ അക്ബറും അപ്പാനി ശരത്തൊക്കെ പിന്നെ ഒരു ക്യാമറ
ആംഗിൾ ഇല്ലാത്ത സ്ഥലത്ത് കിടന്ന് ഉറങ്ങാനുള്ള ശ്രമം നടത്തി. അതിന് വലിയൊരു വാർണിംഗ് തന്നെ അപ്പാനിശാലത്തിന് കൊടുത്തതായിരുന്നു. അപ്പാനിശാലത്ത് ബീഡിന്റെ ക്യാപ്റ്റനാണ്. സ്റ്റിൽ എന്താ പറയുക, ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡേ 23 അവസാനിക്കുന്നു. ഇനി നാളെ ഡേ 24. വിൽ സി നാളെ എന്തൊക്കെ നടക്കുമെന്ന് നാളെ കണ്ടറിയാം. പ്രൊമോ വരുന്നുണ്ട്, വിൽ സി ആ പ്രൊമോയിൽ എന്താ ഉണ്ടാവുകയെന്ന്. സോ നാളത്തെ ഓവർ റിവ്യൂ ആയിട്ട് കാണുന്നവരേക്കും ശുഭദിനം, ശുഭരാത്രി, ഗുഡ് നൈറ്റ്.